നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളെ ലഭിച്ചത് ഈ വ്യക്തിയുടെ അനുഗ്രഹമായി തന്നെയാണ് ഈ വ്യക്തി കാണുന്നത്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ ഒരു വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നന്നായി തന്നെയാണ് നിങ്ങളോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. എല്ലാ തരത്തിലും സമാധാനവും സന്തോഷവും കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപിരിയാനായി താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ, നിങ്ങൾ വേണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ രീതിയിൽ ജീവിക്കായിരുന്നു എന്നുള്ള ചിന്തകളൊന്നും തന്നെ ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ച് തന്നെ മുന്നേറാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും കൊണ്ടുവരാനും തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായുള്ള പിണക്കം അല്ലെങ്കിൽ നിങ്ങളുമായി എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടുകളോ അല്ലെങ്കിൽ വിശ്വാസക്കുറവുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ അനുഗ്രഹീതമായിട്ട് നിങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മറക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സന്തോഷത്തോടു കൂടി മുന്നേറുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പലപ്പോഴും ഈ വ്യക്തി പിറകിലേക്ക് മാഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊരു കാലഘട്ടത്തിൽ ഒന്ന് പുറകിലേക്ക് വലിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളെ മറക്കുവാനും നിങ്ങളിൽ നിന്നും അകന്നു പോകുവാനും ഒക്കെ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തി പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടായേ തീരൂ അല്ലെങ്കിൽ നിങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ മനസ്സ് നിറയണമെങ്കിൽ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ കൂടി വേണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേണം എന്നുള്ള രീതിയെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്ന ആ ഒരു സത്യം എന്ന് പറയുന്നത്. ഈ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, ഒന്നും തന്നെ നേടിയെടുക്കാനും ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തി എന്ത് നേട്ടങ്ങൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയോടൊപ്പം നിങ്ങളും വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളുടെയും മുന്നറിയിപ്പായി നിങ്ങളിലേക്ക് വരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതായത് വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളുടെ മുന്നറിയിപ്പ്, അത് ഒരു മുന്നറിയിപ്പോട് കൂടി അല്ലെങ്കിൽ മുന്നോടിയായിട്ട് ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും അത് മനസ്സിലാക്കി അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഇൻഡ്യൂഷനോട് കൂടി അറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനും കാണുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രണയബന്ധത്തിൽ പുതിയ തുടക്കം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നും, നിങ്ങളുമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുകളോ അല്ലെങ്കിൽ വിശ്വാസക്കുറവുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം തന്നെ സംസാരിച്ച് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹീലിംഗ് എനർജി ഈ വ്യക്തിക്ക് നന്നായി തന്നെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല സാഹചര്യത്തിലും വളരെ വിഷമിച്ച് പുറകിലേക്ക് പോകേണ്ട സമയത്ത് പോലും ഈ വ്യക്തിക്ക്, അതായത് ഈ വ്യക്തിക്ക് സന്തോഷത്തോടെ മുന്നോട്ട് തൻ്റെ ഇടത്തോടെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൂടെ ഉണ്ടായത് കൊണ്ട് മാത്രം എന്നാണ് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം തോന്നിയിട്ടുണ്ട്, അത്ഭുതവും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും കൃത്യതയും വ്യക്തതയും ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി ഏറ്റവും മുന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ദൈവഭക്തിയും അതുപോലെ ദൈവത്തെ പേടിയുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഭയഭക്തി ബഹുമാനം ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി പുറകിലേക്ക് പോകാൻ പല സാഹചര്യത്തിലും നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ പുറകിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി തന്നെ മനസ്സിലാക്കുകയാണ്, എന്തിനാണ് ഞാൻ പേടിച്ച് പുറകിലേക്ക് നീങ്ങിപ്പോകുന്നത്? അതിൽ നിന്നും തനിക്ക് എന്താണ് കിട്ടുന്നത്? താൻ അവിടെ തീർച്ചയായിട്ടും അവിടെ പരാജയപ്പെട്ടു പോവുകയല്ലേ? അങ്ങനെ പരാജയപ്പെട്ടു പോകേണ്ട ആവശ്യമുണ്ടോ? അതിൽ നിന്നും തനിക്ക് എന്താണ് കിട്ടുന്നത് എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ വിജയിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വരുന്നത്. അപ്പോൾ വിജയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് വിജയിക്കുന്നതിനെ കുറിച്ചാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രണയബന്ധത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു വാശി കൂടിയാണ്. ഈ വ്യക്തി എല്ലാ കാര്യത്തിലും പോസിറ്റീവായ മാർഗങ്ങൾ തന്നെ സ്വീകരിക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിൽ പവിത്രമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു പവിത്രത നിലനിർത്തിക്കൊണ്ട് ഈ പ്രണയബന്ധത്തെ അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായി സമാധാനമായി ഒന്ന് സംസാരിക്കണം, സമാധാനമായി സമയം ചെലവഴിക്കണം, അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നും ഒന്ന് മാറി നിൽക്കണം, പ്രൈവസി വേണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും നിങ്ങളിലെ ഭാവമാറ്റം അല്ലെങ്കിൽ നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും തൻ്റെ കൂടെ തന്നെ വേണമെന്നുള്ളൊരു ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത്. ഇത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏഞ്ചൽ, അതായത് മാലാഖ ഹാനിയൽ എന്ന് പറയുന്ന മാലാഖയെയാണ്. അത് സന്തോഷത്തെയും നന്ദിയെയും ഇൻഡ്യൂഷനെയും സൂചിപ്പിക്കുന്ന എനർജിയാണ്. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ട്രൂ സെൽഫിലേക്ക് വരാനാണ് ഈ പേഴ്സണോട് പറയുന്നത്, ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് ഇരുട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്നും വെളിച്ചത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ടെന്നും ഇരുട്ടിൽ നിന്നിട്ട് തനിക്ക് എന്ത് ലഭിക്കാനാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രയത്നത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഇവിടെ ഹീലിംഗ് ലൈറ്റ് ആണ്. ഹൃദയത്തിൽ വെളിച്ചം കൊണ്ടുവരിക, ചിന്തകൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരിക, വ്യക്തത കൊണ്ടുവരിക, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാതിരിക്കാൻ ആവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറയാതിരിക്കാനാകാത്ത ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഇപ്പോഴും മനസ്സിൽ നിന്നും മറന്നു കളയാത്ത ചില മോശപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും മോശക്കേടുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവാതെ കിടക്കുന്നുണ്ട്. മനസ്സിനൊരു വേദനയായി അല്ലെങ്കിൽ ഒരു ദുഃഖമായി കിടക്കുന്നുണ്ട്. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ പ്രധാനമായിട്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്, നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രമാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.